ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ സ്കൂളിലെ എല്ലാ കുട്ടികളും എന്നോട് ചോദിക്കുകയാണ്, ടീച്ചറിൻ്റെ ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഷോർട്സേ ഉള്ളൂ, പ്ലീസ് ടീച്ചർ ഒരു വീഡിയോ ചെയ്യൂ ടീച്ചർ പ്ലീസ് എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടന്ന എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്നാൽ ഒരു വീഡിയോ ചെയ്തേക്കാം. അങ്ങനെ ചെയ്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ വൈകിട്ടാട്ടോ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മോൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, പിന്നെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞു, തൂക്കലും വാരലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയാണ് കുക്കിങ്ങിന് വേണ്ടി കയറുന്നത്. നല്ല രസമായിട്ട് അപ്പൂസും ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ വഴക്കുണ്ടാക്കും, ചിലപ്പോൾ കാര്യങ്ങൾ പറയും, ചിലപ്പോൾ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞതാണ് ഇങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ചോറൊക്കെ അങ്ങനെ വേവിച്ച് വെച്ചു. ദെൻ സാമ്പാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് കുക്കറിലിട്ട് അടുപ്പിൽ വെച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നിങ്ങൾക്ക് എങ്ങനെയാണ് സാമ്പാറൊക്കെ വെക്കാൻ അറിയാമോ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുമ്പ് ഒന്നും അറിയില്ലായിരുന്നു, ഒരു കുക്കിങ്ങും ഒന്നും അറിയില്ലായിരുന്നു. വീട്ടിൽ വളർത്തിയ പശുവാക്കി എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ, അതുപോലെയാണ് ഞാൻ. പിന്നീട് ഇപ്പം ഞാനിതെല്ലാം ചെയ്യാൻ പഠിച്ചു. വീഡിയോസൊക്കെ കണ്ടും ഓരോരുത്തർ പറഞ്ഞുള്ള അറിവൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ കറികളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. അതാണ്ട് സാമ്പാർ ഇങ്ങനെ അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് അടുത്ത പരിപാടി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. നമ്മുടെ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വരാറായി നിൽക്കുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ പൊട്ടും പോലെയാണ് നിൽക്കുന്നത്. നമ്മുടെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ വിസിൽ വന്ന ഉടനെ അപ്പൂസ് തുള്ളി ചാടുകയാണ്. അതിൽ ഇങ്ങനെ ഏറ് വരുന്നത് കണ്ടിട്ട് തൊട്ടടുത്തിരുന്ന അടുപ്പിൽ നിന്ന് സോയാബീൻ ഫ്രൈക്ക് വേണ്ടി വെച്ചിരുന്നതിൽ നിന്നും വെള്ളമൊക്കെ പോയി. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു. ദെൻ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ പോകുന്നു. ഗായ്സ്, നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റേഷനരി ചോറാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാനിങ്ങനെയാണ് കഴിച്ചത്. ഇങ്ങനെ കുക്കറിൽ ഐസ് ഇട്ടതിലും പോലെ കാപ്പി ഇങ്ങനെ പോകും. അതുപോലെ എയർ ഫുള്ള് പോകും. എയറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം എന്തായി കാണുന്നു ഭഗവാനെ. വെരി ഗുഡ്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് എല്ലാ പൊടികളും ഇട്ടേക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതായി ഇടാൻ പോകുന്നത് ഉപ്പാണ്. കുറച്ച് ഉപ്പിട്ടു. പുളിയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചു. അത് കടുതാളിക്കുക. നമ്മുടെ സാമ്പാർ ഇവിടെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അടുപ്പിലേക്ക് പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കൈകൊണ്ട് ഇങ്ങനെ നുള്ളി കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം. ഈ കടുക് പൊട്ടുന്ന സൗണ്ട് ഉണ്ടല്ലോ, നല്ല രസമായിട്ട് കേൾക്കാൻ. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോഴാണ് സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റണേ. പിന്നീട് അതിലേക്ക് കുറച്ചുകൂടിയൊക്കെ കറിവേപ്പില ഇട്ട് കൊടുത്തു. 2 വറ്റൽമുളക് ഇട്ടു. നന്നായിട്ട് ഇളക്കി കൊടുത്തു. കടു നന്നായിട്ട് പൊട്ടിക്കണം കേട്ടോ. കടു നന്നായിട്ട് പൊട്ടിക്കുന്ന എണ്ണയിൽ താളിച്ചൊഴിക്കുന്ന കറിക്ക് കുറച്ചും കൂടി സ്വാദ് കൂടുതലാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഞാനിങ്ങനെ സാമ്പാറിലേക്ക് ഒഴിച്ചിട്ട് ആ കുക്കറോട് കൂടി അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.